ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട്. അതിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഇടയിലായിട്ട് ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട്. ഈ പരസ്യങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ നമ്മുടെ കൈ തട്ടി തന്നെ അറിയാതെ മറ്റുള്ള പല വെബ്സൈറ്റിലോട്ടും പോവാറുണ്ട്. ഇതുപോലെ മറ്റുള്ള വെബ്സൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റുകൾ ചോർത്തെടുക്കും. ഇതുപോലെ ചോർത്തെടുക്കുമ്പോൾ നമ്മുടെ ഡാറ്റാസൊക്കെ ലീക്കായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതെങ്ങനെയാണ് ഈ ഡാറ്റാസൊക്കെ ലീക്കാവുന്നത് സ്റ്റോപ്പ് ചെയ്യാം? നമ്മളറിയാതെ കൈ തട്ടി ഈ വെബ്സൈറ്റിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഡാറ്റാസ് പോകുന്നത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും അവസാനമായിട്ട് നമ്മളെ പ്രൊഫൈലിൻ്റെ ചിത്രം കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് മുകളിൽ കാണുന്ന സെറ്റിങ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് മാനേജ് ഓൾ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇതുപോലെ വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൂഗിൾ പ്രൊട്ടക്ഷൻ യുവർ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ അടിയിലായിട്ടൊരു നീല കളറിൽ മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ രണ്ട് ഓപ്ഷൻസാണ് അവിടെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് റിക്വയർ എക്സ്ട്രായിട്ട് വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷനായിട്ടും അതിന് മുകളിലുള്ള ഓപ്ഷനിലോട്ട് സെലക്ട് ചെയ്ത് സേവ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേസ് ഇതുപോലെ ലോഡായി വന്ന ശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫോണിൻ്റെ ലോക്ക് കൊടുക്കാൻ പറയുന്നുണ്ട് ഇവർ. സോ ജസ്റ്റ് നമ്മുടെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആണെങ്കിൽ ആ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ലോക്ക് ഏതാണോ അത് നിങ്ങൾ ജസ്റ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ കണക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഫോണിൻ്റെ ലോക്ക് ഏതാണോ ആ ഒരു ലോക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എൻ്റർ ചെയ്ത സമയത്ത് ഇതുപോലെ ലോഡാവും വരും. ലോഡായതിന് വെയിറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ കേസ് ഇതുപോലെ ലോഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അടിയിലായിട്ട് നമ്മുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള വെബ്സൈറ്റിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഡാറ്റാസ് ഒന്നും ലീക്കായി പോകുന്ന പ്രശ്നം നമുക്ക് ഇതോടെ പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഹിസ്റ്ററി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് വെരിഫൈ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ലോക്ക് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ കൊടുത്തിട്ട് നിങ്ങളുടെ ഫോണിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലോക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഹിസ്റ്ററി അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം ഓൺ ചെയ്ത സംഭവം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സോ അതായത് വീണ്ടും നിങ്ങൾ ബാക്ക് അടിച്ച് വീണ്ടും എടുക്കുന്ന സമയത്ത് ആ ലോക്ക് വീണ്ടും വരുന്നതാണ്. സോ അതിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ആ ലോക്ക് കൊടുത്ത സമയത്ത്. ഇങ്ങനെയൊക്കെപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഒഴിവാക്കിയിട്ട് വീണ്ടും എടുക്കുന്ന സമയത്ത് വീണ്ടും അവിടെ ലോക്ക് വന്നിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്കിപ്പോൾ ആ ലോക്ക് ഒഴിവാക്കണമെങ്കിൽ ഈ മാനേജർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് സേവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ലോക്ക് വരുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഡാറ്റാസ് ഒന്നും ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.